ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി കൊണ്ട് ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് ചോറ് വെക്കുമ്പോൾ റേഷൻ കടയിലത്തെ അരി കൊണ്ട് ചോറ് വെക്കുകയാണെങ്കിൽ നല്ല ഒരു റൈസ് നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന 40-45 രൂപയ്ക്ക് വാങ്ങുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന അതേപോലത്തെ ചോറ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടിപ്സും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ 2.5 കപ്പ് റേഷൻ റൈസ് ഞാൻ ഒരു തളികയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കച്ചറകളൊക്കെ ഒന്ന് പൊറുക്കിയെടുത്തതാണ് ഞാനിത്. ഇപ്പോൾ കച്ചറയൊക്കെ ഒന്ന് ഒഴിവാക്കിയതാണിത്. കച്ചറ ഒഴിവാക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നെല്ലും കല്ലും വേറെ എന്തൊക്കെയോ ഉണ്ടാവും, ഇതുപോലത്തെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. നെല്ലും കല്ലും ബ്ലാക്ക് റൈസും ഉണ്ടാവും, വേറെ ഒരു കറുത്ത കളറുള്ള ബ്രൗൺ കളറുള്ള റൈസും ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം, എന്നാലേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ അരി കിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ നിങ്ങൾ കൊട്ടി കൊടുക്കുകയാണെങ്കിൽ അടിഭാഗത്തേക്ക് കുറച്ച് ചെറിയ അരി വരും, അതും മാറ്റി കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ, ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഏത് ടൈപ്പ് ഓയിലായാലും കുഴപ്പമില്ല. കുറച്ച് 1 ടീസ്പൂൺ മതിയാവും, അല്ല 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അരിയിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്ത് വെക്കണം. അപ്പോൾ ഇത് പിന്നെ ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ഗ്ലേസിങ് ഒക്കെ കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് കണ്ട റേഷൻ അരിയാണെന്ന് ഇപ്പോൾ ആരെങ്കിലും പറയുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് വെക്കണം. ഇനി ആ വെയിലത്ത് വെക്കുമ്പോൾ ഇതിൽ പുഴുവോ കാര്യങ്ങളോ ഈ അരിയിൽ കുറിഞ്ചാത്തെന്ന് പറഞ്ഞിട്ട് ഒരു പുഴുവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി കൊണ്ടുവരുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്തിട്ട് ഒരു ടിന്നിലോ ബക്കറ്റിലോ ഇട്ട് അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും കുറേശ്ശെ എടുത്ത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അന്നന്ന് എടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെയിൽ കൊള്ളിക്കുമ്പോൾ കോഴിയോ കാക്കയോ ഒക്കെ കൊത്തുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് ഈ അരിയിലേക്ക് ഒഴിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ അരിയിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം, എങ്കിലേ ഇതിലുള്ള ഇപ്പോൾ നമ്മൾ നെല്ലുണ്ടാക്കുമ്പോൾ പലതരം കീടനാശിനികൾ അതിൽ അടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഒരു പരിധി വരെ പോകാൻ ഇത് സഹായിക്കും. ചിലരൊക്കെ ഉണ്ട് ആദ്യം തണുത്ത വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം ലാസ്റ്റിക്ക് ചുടുവെള്ളത്തിൽ കഴുകുന്നത്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഡയറക്റ്റ് ആദ്യം തന്നെ ചുടുവെള്ളം ഒഴിക്കണം. ഇനിയിപ്പോൾ റേഷൻ റൈസ് അല്ല, നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങണ നല്ല റൈസ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് അരി കഴുകാറ്, ആദ്യം ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകാറുള്ളത്. റേഷൻ റൈസ് ആകുമ്പോൾ ഒരു 4-5 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകണം. മറ്റേ അരി ആകുമ്പോൾ 2-3 പ്രാവശ്യം അരി കഴുകിയാൽ മതി. ഇത് കുറച്ച് സ്റ്റാർച്ച് കൂടുതലാവും, അതുകൊണ്ട് നല്ല പശപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോവാൻ കുറേ കഴുകുന്നത് നല്ലതാണ്. ഇപ്പം 4 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ചുടുവെള്ളം കൂടി ലാസ്റ്റ് ഇതിലേക്ക് ഒന്നും കൂടി ഒഴിക്കുന്നുണ്ട്. ചുടുവെള്ളം ഒഴിക്കുമ്പോൾ കൈ വെച്ച് തിരുമ്മരുത്, ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകണം കേട്ടോ, നല്ല വരതി കഴുകണം. ഇതിപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്കിനി ഈ വെള്ളത്തിലേക്ക് ഇടാം. ഇപ്പോൾ വെള്ളം തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുത്താൽ നമ്മളെ റൈസ് ചോറ് പെട്ടെന്ന് കേടായി പോവില്ല. പിന്നെ ചോറ് കുറച്ച് രുചി കൂടുകയും ചെയ്യും. ചോറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേന് വേഗം പെട്ടെന്ന് ചീത്തയാവും. റേഷൻ റൈസ് ആകുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു കേടാവുന്ന ഒരു പരിധി വരെ നമുക്ക് സഹായമാവും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ റൈസ് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ. ഒരു 1/2 മണിക്കൂർ റൈസ് കുക്കറിൽ വെച്ചാൽ മതി. ചില സമയത്ത് റേഷൻ കടയിൽ നിന്ന് ചെറിയൊരു തരത്തിലുള്ള റൈസ് കിട്ടും, അതാവുമ്പോൾ ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതി. ഇനി അടുപ്പത്ത് വേണ്ടുന്ന വേവിക്കുകയാണെങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക വേവുന്നുണ്ടോ എന്നുള്ളത്. വേവ് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ 1/2 മണിക്കൂർ കറക്റ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റൈസ് കുറച്ചൊരു ക്വാളിറ്റി കൂടിയ റൈസാണ് ഇത് തോന്നുന്നുണ്ട്.
ഇത് അരമണിക്കൂറായി ഇത് വേവാൻ. അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ പിന്നെ വെന്തതിന് ശേഷം നല്ല പോലെ ടാപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകണം. വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിവാക്കുക, വീണ്ടും ടാപ്പ് തുറന്ന് നല്ല തണുത്ത വെള്ളം കേട്ടോ, തണുത്ത വെള്ളം ടാപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇട്ടാൽ മതി. ഇതുപോലെ തുറന്നിടുക, വെള്ളം ഒഴിവാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരിയിലുണ്ടാകുന്ന പശപ്പ് പോകാൻ ഇത് നല്ല സഹായിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാഞ്ഞാൽ അരി നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ, വാർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കും. റൈസ് തമ്മിലിങ്ങനെ ഒരു ഒട്ടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് റേഷൻ റൈസ്. അതില്ലാതാവാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ ചോറ് വാർക്കുന്നത് അതുപോലെ വെള്ളം ഒഴിവാക്കുക. ചിലർ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് വാർത്ത് വെക്കും. ചിലർ കൊട്ടക്കൈയിൽ കൊണ്ട് ഊറ്റിയെടുക്കും. ചിലർ സ്റ്റെയിനറിലേക്ക് മറിക്കും. ഞാനിപ്പോൾ ഒരു സ്റ്റെയിനർ വെച്ചിട്ടാണ് ഇത് വെള്ളം ഒഴിവാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിനി ഒരു സ്റ്റെയിനറിലേക്ക് മറിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു സ്റ്റെയിനറിലേക്ക് മറിച്ച് കൊടുക്കണം. ഇങ്ങനെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഈ സ്റ്റെയിനർ. അപ്പോൾ വെള്ളം പെട്ടെന്ന് പോകാൻ എളുപ്പമാവും. അപ്പോൾ ഇതുപോലെ വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അരിക്ക്. ഞാൻ അത് വിചാരിക്കണ്ട. ഈ റേഷൻ റൈസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ള റൈസിനൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ചോറ് കണ്ടാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന 40-45 രൂപയ്ക്ക് വാങ്ങുന്ന സുരേഖ റൈസിൻ്റെ ചോറ് പോലുണ്ട്. ഈ ചില സമയത്ത് കുറുവ റൈസ് പോലെയുള്ള അരി കിട്ടും. അതും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കുറുവ റൈസ് പോലുള്ള ചോറായിരിക്കും. പിന്നെ ചില സമയത്ത് ചെറിയ അരി കിട്ടാറുണ്ട് റേഷൻ കടയിൽ നിന്ന്. അതിൽ കുറേ കൂടുതൽ കച്ചറയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റൈസ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോറ് കിട്ടും. അപ്പോൾ എന്തായാലും ആദ്യം കച്ചറ പെറുക്കിയതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിക്കുക, ഒരു എണ്ണ തിരുമ്മിയതിന് ശേഷം. അപ്പോൾ നല്ല പിന്നെ അരി കുറച്ച് വേവ് കൂടിയ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ എന്തായാലും അരമണിക്കൂർ മിനിമം വെക്കണം. അപ്പോൾ അതിലുള്ള പ്രാണികളും കീടങ്ങളൊക്കെ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ നന്ദി.